ഹായ്. കുട്ടി പെട്ടെന്ന് താഴെ വീണ് തല മുഴച്ചാലോ അല്ലെങ്കിൽ പെട്ടെന്ന് പനി വന്ന് 102 ഡിഗ്രിക്ക് മുകളിൽ പോയാലോ നിങ്ങൾ വല്ലാതെ പേടിക്കാറുണ്ടോ? ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഓടണോ അതോ വീട്ടിൽ വെച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിക്കാറില്ലേ? ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. രക്ഷിതാക്കളുടെ ഈ ഭയം ഞാൻ ദിവസവും കാണാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വീട്ടിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന 10 സാധാരണ ഫസ്റ്റ് എയ്ഡ് സാഹചര്യങ്ങളെക്കുറിച്ചാണ്. യാതൊരു ടെൻഷനുമില്ലാതെ വളരെ കൂളായി ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്ന 10 ഫസ്റ്റ് എയ്ഡ് സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി തല മുട്ടുക അല്ലെങ്കിൽ വീഴുക. കുട്ടികൾ വീണ് തലയിൽ മുഴച്ചാൽ ഉടൻ തന്നെ ഒരു തുണിയിൽ പൊതിഞ്ഞ ഐസ് പാക്ക് 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. ശ്രദ്ധിക്കുക, വീണതിന് ശേഷം കുട്ടി ഛർദ്ദിക്കുകയോ അമിതമായി മയക്കം കാണിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മറക്കരുത്. 2. പെട്ടെന്നുള്ള പനി. പനി വളരെ കൂടിയ ഡിഗ്രിയാണെങ്കിൽ ഡോക്ടറെ വിളിച്ച് ചോദിച്ച ശേഷം മാത്രം മരുന്ന് നൽകുക. എന്നാൽ പെട്ടെന്നുള്ള ആശ്വാസത്തിനായി നേരിയ ചൂടുവെള്ളത്തിൽ തുണി നനച്ച് ശരീരം തുടച്ചു കൊടുക്കാവുന്നതാണ്, അതായത് സ്പോഞ്ച് ബാത്ത്. ശ്രദ്ധിക്കുക, കുട്ടിക്ക് ശ്വാസം മുട്ടലോ ശരീരത്തിൽ പാടുകളോ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. മൂന്നാമതായി തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുക. ഭക്ഷണമോ ചെറിയ കളിപ്പാട്ടങ്ങളോ കുടുങ്ങിയാൽ ഒരിക്കലും വിരലിട്ട് എടുക്കാൻ ശ്രമിക്കരുത്. അത് സാധനം കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ കാരണമാകും. പകരം കുട്ടിയെ കമിഴ്ത്തി പിടിച്ച് പുറത്ത് തട്ടിക്കൊടുക്കുക. ബാക്ക് ബ്ലോസ് എന്ന് പറയും. 4. മുറിവുകളും പോറലുകളും. മുറിവ് പറ്റിയാൽ ഉടൻ തന്നെ പൈപ്പ് തുറന്ന് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. അതിനുശേഷം ആൻറ്റിസെപ്റ്റിക് ക്രീം പുരട്ടി ബാൻഡേജ് ഒട്ടിക്കാവുന്നതാണ്. ചോര നിൽക്കുന്നില്ലെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. 5. പൊള്ളലേൽക്കുക. ചൂടുവെള്ളം വീണോ ഇസ്തിരിപ്പെട്ടി തട്ടിയോ പൊള്ളിയാൽ ഉടൻ തന്നെ 10 മിനിറ്റ് ഒഴുകുന്ന വെള്ളത്തിൽ ആ ഭാഗം കാണിക്കുക. കുമിളകൾ വന്നാൽ പൊട്ടിക്കരുത്, ഡോക്ടറെ തന്നെ കാണണം. 6. മൂക്കിൽ നിന്ന് രക്തം വരിക. തല ഒരിക്കലും പിറകോട്ട് ചരിക്കരുത്. അങ്ങനെ ചരിച്ചാൽ രക്തം തൊണ്ടയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പകരം തല അല്പം മുന്നോട്ട് ചരിച്ച് മൂക്കിൻ്റെ മൃദുഭാഗത്ത് 10 മിനിറ്റ് അമർത്തി പിടിക്കാവുന്നതാണ്. ഇനി 7. എന്തെങ്കിലും വിഴുങ്ങുക. ബാറ്ററി, കാന്തം അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വിഴുങ്ങിയാൽ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. 8. അലർജി. ചെറിയ അലർജിക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ നൽകാം. എന്നാൽ ചുണ്ടുകളോ മുഖമോ തടിച്ചു വരികയോ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയോ ചെയ്താൽ ഉടൻ എമർജൻസി റൂമിൽ എത്തിക്കേണ്ടതാണ്. 9. ഛർദിയും വയറിളക്കവും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനാണ്. കുറച്ചായി ORS ലായനി നൽകുക. 6 മണിക്കൂറായിട്ടും കുട്ടി മൂത്രമൊഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് സാധാരണ വരുന്ന അസുഖങ്ങൾ കുട്ടികളെ തന്നെ ഡോക്ടറെ കണ്ട് നമ്മൾ മുൻകൂട്ടി അതിനുള്ള മരുന്നുകളും മറ്റും തയ്യാറാക്കി വെച്ചിരിക്കണം. അടുത്തതായി കുട്ടികൾ ഉള്ള വീട്ടിൽ മുൻകരുതലായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഹോം സേഫ്റ്റി. അപകടങ്ങൾ വന്നതിന് ശേഷം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവ വരാതെ സൂക്ഷിക്കുക എന്നാണ്. അതിനാൽ വീട്ടിൽ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. ഫർണിച്ചറുകളുടെ അരികുകൾ. ടേബിൾ, ടീപ്പോയി, കട്ടിൽ തുടങ്ങിയവയുടെ കൂർത്ത അരികുകൾ തട്ടി കുട്ടികൾക്ക് വലിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ മാർക്കറ്റിൽ എളുപ്പത്തിൽ കിട്ടുന്ന സിലിക്കൺ കോർണർ ഗാർഡറുകൾ ഉപയോഗിക്കാവുന്നതാണ്. 2. തെന്നി വീഴാതിരിക്കാൻ. നിലത്ത് എവിടെയെങ്കിലും വെള്ളം വീണ് കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാത്റൂമിലും മറ്റും വഴുതാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ആൻറ്റി സ്ലിപ്പ് മാറ്റുകൾ ഉപയോഗിക്കാം. 3. വാതിലുകളും വലിയ ഫർണിച്ചറുകളും. കാറ്റടിച്ച് പെട്ടെന്ന് വാതിലടഞ്ഞ് കുട്ടികളുടെ വിരൽ കുടുങ്ങാതിരിക്കാൻ ഡോർ സ്റ്റോപ്പറുകൾ ഉപയോഗിക്കുക. അതുപോലെ TV, വലിയ അലമാറകൾ എന്നിവ കുട്ടികൾ വലിഞ്ഞു കയറുമ്പോൾ മറിഞ്ഞു വീഴാതിരിക്കാൻ ഭിത്തിയോട് ചേർത്ത് ഉറപ്പിക്കാനുള്ള വാൾ ആങ്കറിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വിഷവസ്തുക്കൾ മാറ്റിവെക്കുക. മരുന്നുകൾ, മണ്ണെണ്ണ, ടോയ്ലറ്റ് ക്ലീനർ, അപകടകരമായ സാധനങ്ങൾ കുട്ടിക്ക് എടുക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ ഒരിക്കലും വെക്കരുത്. അവ ഉയരമുള്ള അലമാരകളിൽ പൂട്ടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ചെറിയ വസ്തുക്കൾ, നാണയങ്ങൾ, ചെറിയ ബാറ്ററികൾ, മൂർച്ചയുള്ള വസ്തുക്കൾ എന്നിവ അലക്ഷ്യമായി തറയിൽ കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. പ്ലഗ് പോയിന്റുകൾ എപ്പോഴും ഡമ്മി പ്ലഗുകൾ വെച്ച് കവർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി സംസാരശേഷി കുറവുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ വേദന കൃത്യമായി പറയാൻ കഴിഞ്ഞെന്ന് പറ്റില്ല. അതുപോലെ സെൻസറി പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ബാൻഡേജ് ഒട്ടിക്കാനോ മരുന്ന് കുടിക്കാനോ വലിയ വാശി കാണിക്കാം. കൂടാതെ നിങ്ങളുടെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ മോട്ടോർ സ്കിൽസിൻ്റെ ഡിലേ കൊണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടത് വളരെ പ്രാധാന്യമാണ്. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ഞാനൊന്ന് പറയട്ടെ. 1. പനി കുറയാൻ ശരീരത്തിൽ ആൽക്കഹോൾ പുരട്ടി കൊടുക്കാറുണ്ട്. അത് ചെയ്യരുത്. പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് വെക്കുകയോ
ടൂത്ത് പേസ്റ്റ് പുരട്ടുകയോ ചെയ്യാനും പാടില്ല. തൊണ്ടയിൽ കുടുങ്ങിയ സാധനം വിരലിട്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ അത് തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അവസാനമായി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് കരുതി എമർജൻസി സാഹചര്യങ്ങൾ വൈകിപ്പിക്കാനേ പാടില്ല. ഏതൊരു വീട്ടിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ വേണമെന്നതിൻ്റെ ഒരു ഫ്രീ ഹോം ഫസ്റ്റ് എയ്ഡ് കിറ്റ് ചെക്ക് ലിസ്റ്റ് PDF നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വൈകാതെ ആഡ് ചെയ്യുന്നതായിരിക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ ജാഗ്രതാക്കുറവ് കൊണ്ട് ഒരു കുട്ടിക്കും ഒരു അപകടവും സംഭവിക്കരുത്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അവിടെ ഒരു കുടുംബം തന്നെ പിറക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ്. കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് വർദ്ധിപ്പിക്കാനുള്ള സെൻസറി പ്ലേ ആക്ടിവിറ്റികളെക്കുറിച്ചാണ്. നമ്മുടെ കുട്ടികൾ എപ്പോഴും സുരക്ഷിതരായിരിക്കട്ടെ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.